പ്രിയമുള്ളവരെ, മാത്തമാറ്റിക്സ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൻ്റെ അകത്ത് ജിയോജിബ്രയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാവുന്നതാണ്. അപ്പം ജിയോജിബ്രയും അതിൻ്റെ ജസ്റ്റ് ബേസിക് ഓപ്പറേഷൻസുമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കാണുന്നത്. ചിലർക്ക് പഴയ ഉബുണ്ടു ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് നോക്കുക, നിങ്ങളുടെ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം പോർഷൻ്റെ അകത്ത് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 9 ഡോട്ട്സ്, ഈ 9 ഡോട്ട്സിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ വരും. ഈ സെർച്ച് ബാറിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ജിയോജിബ്രയുടെ ജിയോ എന്ന് തന്നെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ജിയോജിബ്ര വരും. ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജിയോജിബ്ര എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഈ രീതിയിലായിരിക്കും നമുക്ക് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ ഈ ആക്സസിൻ്റെയും അതേപോലെ തന്നെ ഗ്രിഡ് ലൈൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ആക്സസ് ഇവിടെ ഓൾറെഡി ടിക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ടിക്ക് അൺടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്സസ് പോയി. അതേപോലെ തന്നെ ഗ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഡും അൺടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്ലെയിൻ വിൻഡോ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ നിന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് മൂവ് ടൂളാണ്. മൂവ് ടൂൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലൈൻ വരച്ചു, ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതിനുവേണ്ടിയൊക്കെയാണ് ഈ മൂവ് ടൂൾ വെക്കുന്നത്. പോയിൻ്റ് നമുക്കറിയാം, ജസ്റ്റ് പോയിന്റുകൾ ഓരോ സ്ഥലത്ത് നമുക്ക് ഇടേണ്ടതായിട്ട് വരും. അപ്പം അതിന് ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. അതിന് കൂടുതൽ പോയിൻ്റ് ഓൺ ആൻ ഒബ്ജക്റ്റ്, അറ്റാച്ച് ഡിറ്റാച്ച് പോയിൻ്റ്, ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, മിഡ് പോയിൻ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജനറലായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പോയിൻ്റ് മാത്രം ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ലൈൻസ്, പല തരത്തിലുള്ള ലൈൻസ്. നമുക്ക് ലൈൻ എന്ന് പറയുമ്പോൾ അറിയാം, നമുക്കൊരു സ്പെസിഫിക് നീളമൊന്നും കാണത്തില്ല. ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇൻഫിനിറ്റ് ലെങ്തിലാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്ന ലൈൻ എടുക്കുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റ് ലെങ്ത് പോകും. പിന്നെ ഒരു സെഗ്മെൻറ്റ്, നമ്മൾ 2 പോയിൻ്റ് ഇടുവാണെങ്കിൽ അതിനിടയിലായിട്ട് നമുക്ക് ലൈൻ കിട്ടും. പിന്നെ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെന്ത്, റേ, പോളി ലൈൻ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഫസ്റ്റ് 3 ആയിരിക്കും നമുക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഇത് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനും പാരലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പം 7ാം ക്ലാസ്സിലാണെങ്കിലും പാരലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ആംഗിൾ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇങ്ങനെ ടാൻജൻസ് ഒക്കെ വരയ്ക്കാനായിട്ട് ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കാണ് ആവശ്യം. നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് 4 തന്നെ ആവശ്യമുള്ളതായിരിക്കും. പിന്നെ പോളിഗൺസ്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, അങ്ങനത്തെ പലതരത്തിലുള്ള പോളിഗൺസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ, അതേപോലെ റെഗുലർ പോളിഗൺ വരയ്ക്കണമെങ്കിൽ, റിജിഡ് അകത്ത് ഷെയ്ഡ് ഉള്ള രീതിയിലുള്ള പോളിഗണൊക്കെ വരയ്ക്കണമെങ്കിൽ പോളിഗൺ ടൂൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സർക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ എലിപ്സ്, ഹൈപ്പർബോള, പരാബോള ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഇത് ആംഗിളും, നമുക്ക് ആംഗിൾസ് 2 ലൈനുകൾ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ടൂളാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ആംഗിളും ആംഗിൾ വിത്ത് ഗിവൺ സൈസും, ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊന്നും നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് വരുന്നില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്രയുമാണ് നമ്മുടെ ബേസിക്കായിട്ട് ഉണ്ട്. ഓൾറെഡി ഇപ്പം ഈ പോയിന്റ് ടൂളിലെ ജസ്റ്റ് ക്ലിക്കായി കിടക്കുന്ന കാരണമാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു പോയിന്റും വരും, ആ പോയിന്റിൻ്റെ പേരും വരും. വേറൊരു പോയിന്റ് വെച്ചു, അടുത്ത പോയിന്റ് വരും, പോയിന്റ് ബി, പിന്നെ സി, അങ്ങനെ നമുക്ക് പോയിന്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം പോയിന്റിൻ്റെ എല്ലാം ഓൾജിബ്ര വരുന്നത്. ഓൾജിബ്ര എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ആക്സസും അതേപോലെ ഗ്രിഡ് ലൈൻസും ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള കോർഡിനേറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ജസ്റ്റ് നോക്കുക പോലും വേണ്ട, കാരണം നമുക്കൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ജസ്റ്റ് ലൈൻ്റെ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഇപ്പം നോക്കി ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനെ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു. പിന്നെ അടുത്തത് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയ ഉടനെ ഈ ലൈൻ വലുതാണ്. ഉണ്ടോ, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, തിരിച്ച് വരയ്ക്കാം, സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം, എങ്ങനെ വേണം നമുക്ക് വരയ്ക്കാം. പിന്നെ ജസ്റ്റ് അടുത്തടുത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുവഴി ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനിൻ്റെ നീളം ഇൻഫിനിറ്റ് ആണ്, അത് കാരണമാണ് നമുക്ക് അങ്ങനെ നീളം എൻഡിങ് അല്ലാതായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത കണക്ക് തന്നെ ഈ ലൈന് നമുക്ക് സെഗ്മെൻ്റ് ആണെങ്കിൽ 2 പോയിന്റ് നമ്മൾ മാത്രമാണെങ്കിൽ ജസ്റ്റ് ഇതേ ഇവിടുന്ന് ഇങ്ങനെ വെച്ചു വലിക്കേണ്ട നീളം എന്തുമാത്രം വേണോ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടം വരെ ഉള്ളത് കിട്ടും. പിന്നെ അവിടുന്ന് വേണ്ട സൈഡിലോട്ടാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഇത് വെച്ച് നമുക്ക് പോളിഗൺസ് ഉണ്ടാക്കാം. ഇനി ഇവിടെ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും വലിച്ചു ക്ലിക്ക് ചെയ്തു, വീണ്ടും ഫസ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പോളിഗൺസ് ഇത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അടുത്ത നമുക്ക് സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്. ഫോർ സപ്പോസ് ഞാൻ ഇവിടെ നിന്ന് ഒരു ക്ലിക്ക് ചെയ്താൽ ഉടനെ ഇങ്ങനൊരു ബോക്സ് വരും. അവിടെ ഞാനിപ്പം സപ്പോസ് 10 അടിക്കുകയാണ്. ഓക്കെ, സെൻറ്റിമീറ്റർ കണക്കിലായിരിക്കും വരുന്നത്. നമുക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ലെങ്ത്, അതേപോലെ തന്നെ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ പെർപെൻഡിക്കുലർ ലൈനൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്ന് പാരലൈൻ
പാരലൈൻ, ഈ ലൈന് പാരലായിട്ട് എനിക്ക് ഒരു ലൈൻ വരയ്ക്കണം എന്ന് വയ്ക്കുക. പാരലൈന് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തു, ഉണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് പാരലൈൻ നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ലൈന് പാരലായി വരയ്ക്കണമെങ്കിൽ ഇതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത പാടെ വേറൊരു ലൈനോടെ വരും. അത് നേരെ താഴോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. താഴോട്ട് വലിക്കുകയാണെങ്കിൽ ആ ലൈന് പാരലായിട്ടുള്ള ലൈൻ വീണ്ടും വരും. കണ്ടോ? ഇനിയും വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, അടുത്ത പാരലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പാരലൈൻസ് ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ ഓരോന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ മതി. ഉണ്ടോ? ഏതാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഓരോ, ഇപ്പം ഞാൻ ഒരെണ്ണം വരച്ചു, പാരലൈനാണ് ഓൾറെഡി കിടക്കുന്നത്, ഇപ്പോൾ ഇത് വെച്ചു, ഒരു പാരലൈൻ ഞാൻ ഇവിടെ വെച്ചു. ഇത് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റിന് വരും നമുക്ക് അൺഡു ചെയ്യാം. അൺഡു ചെയ്യാൻ വേണ്ടി കീബോർഡിലെ കൺട്രോളും അതേപോലെ തന്നെ കീബോർഡിലെ തന്നെ ഇസഡ് എന്ന് പറഞ്ഞ കീയും കൂടെ ഒരുമിച്ച് ഞെക്കിയാൽ മതി. കൺട്രോൾ ഇസഡ് ഉണ്ടോ? ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത എന്ത് ആക്ടിവിറ്റി ആണോ ആ ആക്ടിവിറ്റി അവിടുന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലൈൻസ് ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെർപെൻഡിക്കുലർ ലൈനൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം നമുക്ക് തൽക്കാലം ബേസിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ബേസിക് ഐഡിയ. ഇതൊന്ന് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആംഗിൾ കൂടെ ഉണ്ട്. ആംഗിൾ വേണമെങ്കിൽ എപ്പോഴും അതിനകത്ത് പോയിൻറ്റ്സുകൾ കാണും. ഇപ്പോൾ ഈ ആംഗിൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, ഈ പോയിൻ്റ്, അടുത്ത പോയിൻ്റ്, മുകളിലത്തെ പോയിൻ്റ് കണ്ടോ, അവിടെ ഒരു ആംഗിൾ തെളിഞ്ഞു വന്നുണ്ടോ? ഈ ആംഗിൾ 34.61 എന്ന് പറഞ്ഞ് ആംഗിളിൻ്റെ ഇത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആംഗിൾ ആ രീതിയിലാണ് നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബേസിക് ഐഡിയ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് പാരലൈൻസിൻ്റെ അകത്തെ ക്ലാസ് 7 പാരലൈൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും.